എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തിരക്ക് നിങ്ങൾക്കൊക്കെ ഊഹിക്കാമല്ലോ. പൊതുപരിപാടികളോട് പൊതുപരിപാടികളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരല്പം ധൃതിയുണ്ട്. ഈ തിരക്കിനിടയിലും ഞാനിവിടെ വരാൻ കാരണം കലാകാരനും നല്ല മനുഷ്യനും സർവോപരി എൻ്റെ സ്നേഹിതനുമായ വർക്കിച്ചൻ്റെ 60ാം ജന്മദിനാഘോഷമായതുകൊണ്ടാണ്. വർക്കിച്ചൻ്റെ പ്രിയപത്നി ത്രേസ്യാക്കുട്ടി, മകൾ നീനക്കുട്ടി, ഇവർക്ക് രണ്ടുപേർക്കും ഈ മനുഷ്യൻ സെഞ്ചുറി അടിച്ച് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊള്ളുന്നു. ഈ നല്ല മനുഷ്യന്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിൽ നിന്ന് ഞാൻ വിടവാങ്ങുകയാണ്. ധൃതിയുണ്ട് പൊതുപരിപാടികളെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. കുറച്ച് ധൃതിയുണ്ട് പൊതുപരിപാടികളെ. അപ്പോൾ വരട്ടെ. ഓക്കെ. മോനെ തോട്ടി പിറ്റാണോ? ധൃതിയുണ്ട് പൊതുപരിപാടിയുണ്ട്, അതുകൊണ്ടാണ്. മോനെ എലിമിനേഷൻ നോക്കിയേ. ഹലോ. സോഡ വേണ്ടേ? സോഡ വേണ്ട, പൊതുപരിപാടി ഉണ്ട്, അതുകൊണ്ടാ. വർക്കിച്ചതിനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ എന്താ പറയാ ഉദ്ദേശിക്കണേന്നറിയോ? വർക്കിച്ചായൻ വലിയൊരു തബലിസ്റ്റ് ആണെന്നാണ് വെപ്പ്. പക്ഷേ തബലയിൽ കൈകൊട്ടിയാൽ തവളയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. പറയട്ടെ, ഇയാൾ മഹാചെറ്റയാണ്. വെള്ളമടിച്ചു കഴിഞ്ഞാൽ കൂതറയാണ്, ഊളയാണ്. തീർക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഞാനിവിടെ വന്നപ്പോൾ വർക്കിച്ചായനെ കുറിച്ച് നാട്ടുകാരെന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വർക്കിച്ചായനെ പോലെ നല്ലവനായ ഒരാൾ ഈ നാട്ടിലില്ലെന്ന്. ദൈവദൂതനാണ് വർക്കിച്ചൻ, ദൈവദൂതനാണെന്ന്. അതാണ് ട്വിസ്റ്റ്. ഇതാണ് പുതുമ. എങ്ങനെയുണ്ട് കാലൊക്കെ? ഞാൻ വിളിച്ചില്ലല്ലോ. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സംസാരിക്കാനായി അടുത്തതായി പേര് നിൽക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മുടെ വക്കിച്ചന്റെ അയൽവാസിയും ബന്ധുവുമായ ശ്രീ സത്യനാഥൻ നിങ്ങളോട് സംസാരിക്കുന്നു. കൈയടിക്കാൻ റെഡി ആയിക്കോട്ടോ. എന്നാ റമ തീർന്നു, ഉടനെ ഏർപ്പാടാകണം. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കാം. എന്നാ വർക്കിച്ചാ, നീ പെട്ടെന്ന് വണ്ടി എടുത്ത് നമ്മുടെ വലുതോടുത്ത് പറഞ്ഞിട്ടേ അവിടെ സാധനം ഇരിപ്പുണ്ട്, വേഗം കൊണ്ട് എടുത്തോണ്ട്. ഓക്കെ. അപ്പൊ കീയോ കീയൊന്നും വേണ്ട, ചുമ്മാ ആയിക്കോട്ടെ. അഴകോട നഗരത്തിൽ വഴി ഒഴുകിയ മുന തന്റെ കുറച്ച് തീർത്തുണ്ട് പൊതുവരുണ്ട്, അതുകൊണ്ടാ പാടും തീർന്നില്ല. അഴകോട ഹലോ ഹലോ. നീ കാലക്കടാ. പ്രിയമുള്ളവരെ, എന്തോ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നെല്ലാവരും സന്തോഷത്തിന്റെ നിറസാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ വർക്കിച്ചായന്റെ 60ാം പിറന്നാൾ ആഘോഷമാണ്. അതുകൊണ്ട് ഞാൻ 2 വാക്ക് പറയുകയാണ്. നീ പറ. സത്യം പറഞ്ഞാൽ വർക്കിച്ചായൻ വളരെ നല്ല തബലിസ്റ്റ് ആണെന്നാണ് വെപ്പ്. പക്ഷേ അദ്ദേഹം തബലയിൽ കൊട്ടിയാൽ തവളയുടെ ശബ്ദമാണ് വരുന്നത്. അതുപോലെ വെള്ളമടിച്ചാലോ അയാൾ മഹാചെറ്റയാണ്, കൂതറയാണ്, ഊളയാണ്. പക്ഷെ ഞാനിവിടെ വന്നപ്പോ അയ്യോ അമ്മേ പറഞ്ഞു തരുന്നിട്ടില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വന്നിട്ടില്ല. ഇവിടെ കൊണ്ടൊന്ന് മോന്ത വെക്കാൻ ഒരു തീപ്പെട്ടി എടുത്തടാ, ആ മെഴുകുതിരി ഒന്ന് കത്തിക്കട്ടെ. നിന്റെ കെട്ടാൻ അവിടെ നിന്ന് സംസാരിച്ചതല്ലേടി ചേച്ചി? പുള്ളിക്കാരന്റെ ഉദ്ദേശം എന്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഏട്ടത്തി പുള്ളിക്കാരൻ ഒരു പുതുമയ്ക്ക് വേണ്ടി അങ്ങനെ എന്തൊലൊക്കെയാണേലും അങ്ങേര് നല്ല കലിപ്പില്ല. ഇനി ഈ മിറ്റത്തൂടെ വഴി നടക്കാന്ന് കരുതണ്ട. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ പൊതിഞ്ഞെട്ടിത്തരാം, വീട്ടിൽ കൊണ്ട് കഴിച്ചു. ഇനി ഇവിടെ നിൽക്കണ്ട കേട്ടോ. എന്നാലും ചേച്ചി ഭക്ഷണം പോയി തരാന്ന് പറഞ്ഞപ്പോ നിനക്ക് വാങ്ങിച്ചോണ്ടിരായിരുന്നില്ലേ? ഇതിപ്പോ പട്ടിണിയായില്ലേ? നല്ല ചൂട് വെള്ളയപ്പോ ഫിഷ് മോളിയും കരിമീൻ പൊള്ളിച്ചതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പട്ടിണി എടുക്കാം. അതൊരു പുതുമയല്ലേ? ഓരോന്ന് ഒപ്പിച്ചു വന്ന് നിക്കണണ്ടില്ലേ? ഇനി ആ വർക്കിച്ചനെങ്ങാനും മതിലേട്ടിയാലേ ആ പാമ്പും ചെയ്യുമ്പോഴോ തൊട്ടുകൂടെ പോണ്ടി വരും. അത് ആലോചിക്കുമ്പോഴോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി. ഇതിപ്പോ ഞാൻ രാവിലെ വർക്കിച്ചാനെ കണ്ട് 2 ഡയലോഗ് അടിക്കുന്നു, അതോടെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ. അതെ, ഇനി പുതുമ വേണ്ട. കംപ്ലീറ്റ് പുതുമ നിർത്തി. ഇനി പഴയത് മാത്രം. എന്താടി ഉണ്ടാക്കുന്നേ? ഉച്ചക്കത്തെ ചോറ് കഞ്ഞിയാ. അതിലൊരു പുതുമയുണ്ടല്ലോ. വൈദ്യര് തൊട്ടാൽ തന്നെ പാതി അസുഖം ഭേദാന്നാണ് പറയണത്. അങ്ങനെ എല്ലാരും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യമായി. ഇപ്പൊ
നിങ്ങളെന്തിനാ വർക്ക് ചെയ്യും മതിൽ കെട്ടി പോകുന്നേ? ഇല്ലെങ്കിൽ കണ്ട പാട്ടിയും പൂച്ചയൊക്കെ എന്റെ പറമ്പിൽ കയറി ഇറങ്ങി നേരം കൂടെ ഇന്നങ്ങ് വെട്ടി തീർക്കണേ. നാളെ തന്നെ മതിൽ കെട്ടേണ്ടതാ. ഒന്ന് നിർത്തണോ? എന്തോടെ കാണിക്കണേ? ഞാൻ വർക്കിച്ചാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ കുഴി ഒഴിക്കുക. നീ പോടാവില്ലേ? എന്റെ പറമ്പിൽ ഞാൻ മതിൽ കെട്ടെ ശവക്കുഴി കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ വർക്കിച്ചാൻ ഞാൻ ഇന്നലെ പ്രസംഗിച്ചതിന്റെ ഇടയിൽ ഒരു ഉഗ്രൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ട്വിസ്റ്റാ? അതെന്നാ കണാപ്പാടാ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിച്ചാനെ ഞാൻ ദൈവദൂതനെ പോലെ പൊക്കിയടിക്കാനുള്ള ഒരു പ്ലാനിങ് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ ഇന്നലെ അതൊന്നും പറഞ്ഞില്ലല്ലടാ. അയ്യോ, അതിന്റെ ഇടയിൽ അവിടുത്തെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച് കറണ്ട് പോയത്. കറണ്ട് അല്ലടാ പോയത്, എന്റെ മാനമാടാ പോയത്. ഇനിയിപ്പൊ നീ അവന്മാരോട് എന്നിട്ട് മറ്റേ ക്നാപ്പ് എന്നടാ ട്വിസ്റ്റ് ആ അതാണെന്ന് പറഞ്ഞ അവന്മാര് വിശ്വസിക്കോ? എന്റെ വർക്കിച്ചായ ഞാൻ എങ്ങനെ പറഞ്ഞു? സൂസൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആ വർക്കിച്ചായന്റെ കെട്ടിയോളും എന്റെ കെട്ടിയോളും തമ്മിൽ ചർച്ചക്കാരാന്നറിയാലോ? അറിയാ. അതോർത്തിട്ടെങ്കിലും ഞാൻ ഇവിടെ പറ്റി തന്നെ ഓർക്കാറില്ല. പിന്നെ ചാർച്ചക്കാരി ഓടാവൂല്ലേ? നിങ്ങൾ എന്നെ പറയുന്നത് മിണ്ടലേ. ആദ്യം ഇവനിട്ട് കൊടുക്കട്ടെ, എന്നിട്ട് നിനക്കുള്ളത് തരാം. വർക്കിച്ചായ എന്നാ മോനെ ഓടാവൂല്ലേ? എന്റെ പൊന്ന് വർക്കിച്ചായ, ഇതിങ്ങനെയാണ് കെട്ടിപ്പൊക്കി കഴിച്ച് ഞങ്ങൾ എങ്ങനെ ഇതിനോട് വഴി അടക്കണത്? അതിന് ഞാൻ നിനക്ക് ആധാരത്തിന് വഴി വന്നിട്ടില്ലയോ? അത് കാണുന്നാ മതി. വർക്കിച്ചായ ആ തോട് വഴി പോയി കഴിഞ്ഞ ഫുൾ പാമ്പുകളാ. ഓ, നിന്നെക്കാളും വിഷമുള്ള പാമ്പൊന്നും അതിലില്ലടാ. എന്തൊരു കഷ്ടമാണത്. ഞാൻ അങ്ങോട്ട് എന്റെ പറമ്പിൽ കല്ലുവെച്ച് കൊന്നുകളെ ഞാൻ. ക്ഷമിക്കാതിരുന്നിട്ടോ, തോന്നിയാസം കാണിക്കരുത്. എന്ത് തോന്നിയാസം? എന്റെ കൊച്ചു ഇവനെ വിളിച്ചോണ്ട് കയറി പോകും. അതെന്നാ വർത്താന ചേച്ചി? ചേച്ചി പറഞ്ഞല്ലേ ഈ വീട് മേടിച്ച് ഞാൻ വഴി ഉപയോഗിക്കാന്ന്. ആ അന്നവൻ ഈ ജാതി വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. ഊളേണ് ചെറ്റേണ് തവളേണെന്നൊന്നും പറഞ്ഞിട്ടില്ലോടി. അതൊരു പുതുമയ്ക്ക് വേണ്ടി. പുതുമയ്ക്ക് വേണ്ടി നിന്റെ അപ്പനെ പോയി വിളിയടി. എന്റെ കെട്ടിയോട്ട് അപ്പനെ വിളിച്ചാണ്ടല്ലോ, വിളിച്ചാ നീ എന്നാ ചെയ്യൂടാ? ഞാൻ നിങ്ങളുടെ കെട്ടിയോട്ട് അപ്പനെ വിളിക്കും. ചോട കൊണ്ടേക്ക് വിളിക്കടാ. ചേച്ചിയുടെ അപ്പന്റെ പേരെന്താ? അന്തസ്സായിട്ട് അപ്പനെ വിളിക്കാൻ പോലും അറിഞ്ഞൂടല്ലടാ ഊളേ നിനക്ക്. അതെനിക്ക് മര്യാദ ഉള്ളോണ്ടാ. ഓ മര്യാദ? അപ്പൊ എനിക്കല്ലടാ മര്യാദ ഇല്ലയോ? തനിക്ക് മര്യാദ ഇല്ല, ഒരു മുടിയില്ല. ഇവനെ കൊല്ലും ഞാൻ. കുത്തി കളിക്കണ്ട, കമ്പി പാരയും കൊടുത്താടാ. അയാൾക്ക് ഭ്രാന്താടി. അർക്കിച്ചനോടാണ് അവന്റെ കളി. ഞാൻ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് രണ്ടിലൊന്നറിയാം. വർക്കിച്ചിന്റെ മുകളിൽ തലതൊട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ്. ആ വഴിക്ക് നിന്ന് നടക്കുന്നു വിചാരിക്കണ്ട. അത് ശരിയാണല്ലോ. പിന്നെ ഞാനിത് എന്ത് തേങ്ങയൊക്കെ കൊണ്ടു നടക്കുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ വേറൊരു പണിയുണ്ട്. അങ്ങേര് തലതോടോ കാലോടോ എന്ത് വേണം ചെയ്യട്ടെ, എന്റെ വായിൽ നാവുണ്ടല്ലോ, എനിക്കറിയാം. അതാ പേടി. സൂക്ഷിച്ചു പോണേ. കരയിൽ നിന്ന് കെട്ടിയോള് സൂക്ഷിച്ചു പോണേ. ഞാൻ എന്താ കടലിലേക്ക് പോകണം? അല്ല, ഞാൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അയ്യോ നോക്കി. വെറുതെ പേടിപ്പിക്കാനായിട്ട് വരെ കൂടെ വരാൻ പേടിയാ. ചെരുപ്പ് കയ്യിലിടാം. അപ്പൊ വൈകുന്നേരം വന്നാ കാണാം. ആ നോക്കിപ്പോ. പാമ്പുകളെ, പാമ്പുകൾക്ക് മാളമുണ്ട്, മാളത്തിൽ പൊക്കോളൂ. എനിക്ക് ഒരു വഴിയില്ലാത്തോണ്ട് ഈ വഴി പോകുന്നത് ഒന്ന് സൈഡ് തരണേ. വൈകുന്നേരം എടുക്കാം. ചന്ദ്ര, ചന്ദ്രോ, 3-4 ദിവസമായാലും നീ എന്നാ പണിയാൻ തുടങ്ങിയിട്ട്? സംഭവം കിടക്കൂലേ? 10 രൂപ എല്ലാം പഴക്കൊണ്ട് പുതിയതാക്കാൻ കുറച്ച് പാടാ. പുതിയതാക്കാനോ? ദിനേശ, എന്തോ എന്റെ ദിനേശ, താൻ ഇവനോടൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? പുതിയതാക്കല്ല, പഴയതാക്കാണ് വേണ്ടത്. ഒരു 10-150 കൊല്ലമെങ്കിലും പഴക്കം വേണം. ഞാനിതൊക്കെ അവന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടാണോ? എന്റെ ചന്ദ്ര, 20 കൊല്ലം പഴക്കമുള്ള ഈ സാധനത്തിന് ഒരു 150 കൊല്ലം പഴക്കമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 130 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. കണക്കിലും മിടുക്കനാണല്ലേ? ചിലപ്പോ. മിടുക്കണം, ഇങ്ങോട്ട് വന്ന്. മിടുക്ക, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് മിടുക്കനറിയോ? ഇല്ല. വാ, ഈ ഇരിക്കുന്ന സാധനങ്ങൾ എന്താന്ന് മിടുക്കനറിയോ? ഇല്ല. ആ, ഇതാണ് ആസിഡ്. ആസിഡോ? അതെ. ആ ദാ, ഇനി ഇത് കണ്ടോ, കരിമരുന്ന്. കരിമരുന്ന്? ശ്രദ്ധിച്ചോളൂ. പുതിയൊരു ഫർണിച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതേ ഒരു കരിമരുന്ന് പ്രയോഗം. എടോ, ഒരു കരിവാളിപ്പ് ഒന്ന് താളിക്കുക. പിന്നെ ഈ ബ്രാസിന്റെ സാധനങ്ങളെടുത്ത് ആസിഡിലേക്ക് ഇട്ട് ഒന്ന് ചളിക്കേക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞൊന്ന് ഫിനിഷ് ചെയ്താണ്ടല്ലോ, പഴയ ഫർണിച്ചർ ആയത് അങ്ങോട്ട് മാറും. അതാണ് പുരാവസ്ഥ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പല്ലേ? ദേ, പറ്റില്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നീ ഒരു 130 കൊല്ലം കഴിഞ്ഞിട്ട് വാ. പറ്റോ? പറ്റിക്കാം. അതെന്റെ പണിയാ, നീ നിന്റെ പണിയായി.
അതിന് കുപ്പിച്ചില് കൊണ്ടുവന്നില്ലേ? 2 ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അതിൽ നിന്ന് നല്ല കളർഫുൾ ചില്ലെടുത്ത് പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത് ആ ഫർണിച്ചറിലാണ് ചാർത്തുക. അതിനൊരു കല ഉണ്ടാവണം, എന്നാലേ പ്രൗഢ ഗംഭീരാവുള്ളൂ. നീ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും പുറത്തേന്ന് പറഞ്ഞു കൊടുക്കരുത്. ഇതാണ് ഏർപ്പാടെങ്കിൽ ആരും പറയണ്ടെന്ന് നാട്ടുകാർ അറിയാളൂ. അത്തരത്തിൽ ലീവിലൊക്കെ വരുമല്ലോ. സഖാവ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാ. ഇത് അതിനേക്കാൾ അത്യാവശ്യമാണ്. സഖാവിനെ ഇപ്പൊ ഞാൻ കണ്ടില്ലെങ്കിൽ ചിലപ്പോ ഇന്ന് രാത്രി അമ്മ ഇരിക്കും. തനിക്കെന്താ വധഭീഷണി വല്ലതും ഉണ്ടോ? ഇത് അങ്ങനത്തെ ഒരു വധഭീഷണി അല്ല. പിന്നെ സഖാവ് ഒന്നും ഇടപെട്ടില്ലെങ്കിൽ ഞാൻ പാമ്പുകടി ഏറ്റ് മരിക്കും. നമ്മുടെ തബല വർക്കിച്ചനായിട്ട് ഒരു പ്രശ്നമുണ്ട്. അങ്ങേരുടെ മുറ്റത്ത് കൂടിയാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങുന്നത്. എനിക്കറിയാം, ആ തോട്ടുംകരയല്ലേ? അതന്നെ ആ തോടാണ് ഞങ്ങളുടെ വഴി. അതിൽ നിറയെ പാമ്പുകളാണ്. ഈ വഴി പ്രശ്നമൊക്കെ എന്നോട് പറയുന്നതിനാടോ? ഞങ്ങളല്ലോ ഭരിക്കുന്നേ. ആ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറ. സഖാവിനുള്ള വില പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട്ടിലില്ല. അയാൾ ഒരു കള്ളനാണെന്ന് കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം. കള്ളന്മാരുടെ വാക്കാരെങ്കിലും വിശ്വസിക്കുവോ? എവിടെ ഇതുപോലത്തെ ഒരു വൃത്തികെട്ടവൻ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നാവെടുത്തേ ഉള്ളൂ. ഞാൻ കേട്ടു നിന്റെ ഞാൻ കഞ്ചു. ഞാൻ തന്റെ പാർട്ടി ഓഫീസിൽ വലിച്ചു കയറി വന്നതേ ഈ നാട് ദേശസ്വത്തയിൽ പെടുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാ. അല്ലാതെ താൻ തന്നെ അണികളെ വെച്ച് എന്നെ കുറിച്ച് മറ്റേ വർത്താനം പറയിപ്പിക്കുന്ന കേൾക്കാനല്ല. മനസ്സിലായോ? എടോ, അയാളെ ഞങ്ങളുടെ മെമ്പറൊന്നുമല്ല, വേറൊരു ആവശ്യത്തിന് ഇവിടെ വന്നതാ. പിന്നെ എടോ, നമ്മുടെ നാട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോവല്ലേ. പാർട്ടി വ്യത്യാസം ഒന്നും നോക്കൂല, എല്ലാത്തിനും ഒപ്പം ഞങ്ങളുണ്ടാവും. സഹാക്കന്മാരുടെ ഔദാര്യത്തിന് നന്ദി. നമ്മളിത് ഗംഭീരമാക്കും. തീർച്ചയായും. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ താൻ 50-ാം വർഷം കയറ്റിയുണ്ടല്ലോ, കാഞ്ഞ ബുദ്ധി തന്നെ. അതുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ജയിച്ചതും താൻ തോറ്റതും. പറ്റേ, ഞാൻ ധൃതിയുണ്ട്, അതുകൊണ്ടാ. ഇനി അവന്മാരുടെ ചാട എന്തായിരിക്കും? അതെ, ചുമ്മാ നിൽക്കുന്ന ചാരി ഇരിക്കുന്ന കൊടിയൊക്കെ എവിടെയെങ്കിലും കൂടെ കേട്ടെ. വളരട്ടെ പാർട്ടി. പുള്ളിക്കാരുടെ അകത്തിട്ട് അറിഞ്ഞിട്ടില്ലേ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ സഖാവേ? താൻ പറഞ്ഞതിൽ സത്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ വെച്ച് പറഞ്ഞത് ശരിയായില്ല. പോട്ടെ, താനും തബല വർക്കിച്ചിനോട്ട് എന്താ പ്രശ്നം? എന്നെ അയാളുടെ വീടിന്റെ മുമ്പിൽ കൂടി വഴി നടത്താൻ സമ്മതിക്കണം. സഖാവ് പറഞ്ഞ അയാൾ കേൾക്കും. സഖാവിനെ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. എന്തിനാണോ എന്നെ പേടിക്കുന്നത്? നമ്മൾ പാർട്ടിക്കാരെന്ന് പറഞ്ഞ ഇത്തിരി വെട്ടും കുത്തൊക്കെയുള്ള ആൾക്കാരാണല്ലോ. ഇത് എനിക്ക് വെട്ടും കുത്തൊന്നും അത്ര പരിചയമില്ല, പക്ഷെ ഇതുപോലെ വേണ്ടാതീനം പറഞ്ഞു വരുത്തുന്നവരെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനെ ഒരു നാവ് വഴക്കലുണ്ടോ? ഞാൻ വേണമെന്ന് വെച്ച് പറയണല്ലെന്നേ. അതെങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. എത്ര നന്നായിട്ട് സംസാരിച്ചു തുടങ്ങിയാലും എൻ്റെ നാവ് പിഴയ്ക്കും. അത് സംസാരത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ മൊത്തമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ കല്യാണം ഒരു പിഴവല്ലേ? നമ്മൾ പ്രേമിക്കാണ്ടിരിക്കുകയോ ഒളിച്ചോടാണ്ടിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ. അതാണ് പറയണത്, തലയിലെടുത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം പറ്റും. തന്റെ ജീവിതത്തിൽ ഒരു പിഴവാണല്ലേ? കഴിക്കും. സൂസൻ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തൊരു കഷ്ടമാണത്. എന്റെ നാവിൽ ഈ മുളകെടുത്ത് തേച്ചുണ്ടല്ലോ. വായന്റെ ഇപ്പൊ എരിഞ്ഞ് പണ്ടാറണിക്കാനെ. വളരെ നല്ല തപസ്യാണെന്നാണ് വെപ്പ്. പക്ഷേ അദ്ദേഹം തവനയിൽ പൊട്ടിയാൽ അവനയുടെ ശബ്ദമാണ് വരുന്നത്. അതുപോലെ വെള്ളമടിച്ചാലോ അയാൾ സൂസന്നെ, ഇതാരെ വാലടച്ചത്? താൻ പോടോ. സൂസു അങ്ങനെ പറയല്ലേ. നിന്റെ സത്യമായിട്ട് പുതിയ ആളായിരിക്കണം. ഞാൻ ഇയർഫോൺ വെക്കാൻ പോവാ. താൻ അവിടെ നിന്ന് കൂവി വിളിക്കും. സൂസു, അത് വെക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കേക്ക്. സൂസു, എന്താ സൂസു ഇത്? എന്ത് തോന്നിയാസേ കാണിക്കണത്? തോന്നിയാസോ?
ആ ഇഷ്ടിക എങ്ങനെ ഇപ്പൊ എന്റെ തലയെ കൊണ്ടിരുന്നെങ്കിലോ? നിന്റെ ശവം ഈ മുറ്റത്ത് വീണേനെ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വീഴ്ത്തുവടാ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? അതെടാ ഭ്രാന്താടാ. നീ അല്ലടാ എനിക്ക് ഭ്രാന്താക്കിയത്. ഒരു കലാകാരനായ എന്നെ ഇന്നലെ വരെ ഈ നാട്ടുകാർ തബല വർക്കിച്ചെന്നല്ലടാ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവരെന്താ വിളിക്കുന്നതെന്ന് അറിയോ? തവള വർക്കിച്ചാന്ന്. നീ അല്ലടാ അതിന് കാരണം. ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ മുറ്റത്താ. വെളിവില്ലാത്ത അങ്ങേർക്കാ. അങ്ങേരെ പിടിച്ച് അകത്തേറ്റിക്കോ. കേറ്റി തരടാ ഞാൻ. സൂസ എല്ലാം കഴിഞ്ഞു പോയി. അത് കേൾക്കും. സത്യം പറ എന്താ? എന്റെ സൂസ അയാളെ കള്ളുപിടിച്ച് ജംബോ സർക്കസ് കളിച്ചതാ. ഇതെന്റെ പടലേക്ക് വരുന്നുള്ള ഉറപ്പാ. നമുക്ക് പെട്ടെന്ന് ഒരു ഹണിമൂൺ പോയാലോ? ഹണിമൂണോ? പേടിച്ച് ഒളിവിൽ പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഹണിമൂണിന് പോയി എന്ന് പറയുന്നത്? നമ്മൾ നാട് വിടുന്നു, പേടിക്കുന്നില്ല. അയ്യോ, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹണിമൂൺ ഫിക്സ്. ഓക്കെ, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. വേമ്പോര് ഭാഗ്യത്തിന് മതിൽ കെട്ടിയിട്ടില്ല. അതവളാ. ഇതെങ്ങോട്ടേ പോന്നെ? ഒരു ഡ്രൈവർ വെക്കാൻ പറഞ്ഞ കേൾക്കും. അതങ്ങനെ ഒരുത്തരം വിശ്വാസം ഇല്ലാത്തത് അവന്മാരെ അല്ലടി. പിടിക്കണ്ടടി. വർക്കിച്ചായോ? ദൈവാനുഗ്രഹം കാര്യമായിട്ടൊന്നും പറ്റില്ലല്ല. വർക്കിച്ചായ എന്റെ പറമ്പിലങ്ങനെ കാലുകുത്തിയ അടിച്ച് നിന്റെ മോന്തടെ ഷേപ്പ് ചെയ്യാൻ പറ്റുമ്പോലെ. ഷേപ്പ് ഇങ്ങനെ ഇരിക്കണത് ഈ സൈഡിൽ അടിച്ചു. അപ്പൊ കറക്റ്റ് ഷേപ്പ് ആയിട്ട് കിട്ടും. എവിടുന്ന് വന്ന മനുഷ്യനാണത്? എന്നാ കാണാൻ നിൽക്കുവാടി. വന്ന് കഞ്ഞിയും കടലയും കൂടെ ജ്യൂസ് അടിക്കടി. നിന്നെ ഇനി പുറത്തിറക്കൂലടാ ഞാൻ. ഇനിയിപ്പൊ തോടെ ഉള്ളു മാർഗം. പാമ്പിനെ ഓടിക്കാൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഇത് ഏക്കൂലോ അല്ലേ? പിന്നെ കാലയ്ക്ക് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഏത് പാമ്പും പോകും. അപ്പോഴും പോയില്ലെങ്കിൽ ഒന്നുകൂടെ ഓടിക്കണം. എന്നിട്ടും പോയില്ലെങ്കിൽ ചേട്ടൻ അവിടെ വരെ ഒന്ന് വരണം കേട്ടോ. ഞാനെന്തിനാണോ വന്നത്? അല്ല, ഈ നീണ്ട താടിയും മുടിയൊക്കെ കഴിച്ചിട്ട് ചേട്ടന്റെ കോലം കാണുമ്പോ പാപ്പ എങ്ങനെയെങ്കിലും ഓടിപ്പൊക്കോളും. തനിക്കിത് വേണം? വേണം. എന്നാ കാശ് ഇങ്ങോട്ട് ഇട്. രാമുവേ, ഞങ്ങള് പിച്ച ചോദിച്ചു വന്നതല്ല, പിരിവ് ചോദിച്ചു വന്നാ. ഇവരങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇവിടെ മറ്റേ സംഭവം നടക്കാൻ പോകില്ലേ? അമ്പതാമസിയല്ലേ? മറ്റേ സ്പെഷ്യൽ പരിപാടി. മോനെ പോരാടാ. മാറി നിൽക്കാം. ഇത് തോന്നുന്നു മറ്റേ കാര്യം ഒന്നും മിണ്ടരുത്. ഒന്നും ഒഫീഷ്യലല്ല, പേഴ്സണല്ല. നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അത് ഒഫീഷ്യലാക്കി മാറ്റും. ഓ, താൻ പ്രസിഡന്റ് ആയ പോലെ. ആരാടാ ഇതിന്റെ പിന്നിലെ? കണ്ടു തോന്നണു. ചോദിച്ചല്ലേ? സത്യം പറഞ്ഞോ? ആരാ ഇതിന്റെ പിന്നിലെ? ഞാനാ, സത്യനാ. അപ്പൊ ഇതിന്റെ പിന്നിൽ നീയാണല്ലേ? അയ്യോ, ഇതിന്റെ പിന്നിലല്ല, ഞാൻ ഇതിന്റെ പിന്നിലാ. അപ്പൊ ചെറിയ പൂ വെച്ച പോരാഞ്ഞ് പിന്നിലെന്നാ വാലാണോ വെക്കുന്നത്? പൂവാല പിടിക്കണോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. തന്റെ പട്ടിണി ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞ് മാറ്റുന്നുണ്ട്. തൽക്കാലം ഈ വയറ് നൊട്ടിക്ക്. പോയി വയറ് കൊടുക്കണം. അവന് കിട്ടിയില്ലേ? ഓ ഇല്ല, വഴിയിലൊരു ബ്ലോക്ക് കിട്ടി. കുറച്ചുകൂടെ പൊക്കി വെച്ചത് സത്യ. സാബു? അയ്യോ, എടാ നീ ആകെ മാറിപ്പോയല്ലോ. എന്തുകൂടാ മുടി കൊഴിഞ്ഞുപോയല്ലോ. എന്റെ ഈ ബിൽഡിങ്ങേ എന്റെ അപ്പച്ചൻ വാങ്ങിച്ചു. ചെറിയൊരു രീതിയിലൊരു ബാർ തുടങ്ങി. അല്ല, ഞാനിപ്പോ അങ്ങനെ സത്യ പഴയടിയൊക്കെ നീ മറന്നോടാ. ഇപ്പൊ നിർത്തി കംപ്ലീറ്റ്. എന്ത് പ്രശ്നം എന്താ? പിന്നെ അപ്പൊ ഒന്നും നോക്കല്ല, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാണ്. ഇന്ന് അടിക്കുന്നു, വേറൊരു പരിപാടിയില്ല. തമാശ കളിക്കില്ല നീ. ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടേക്ക് അടച്ചേട്ടാൻ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു. ഈടാ എന്താണ് നിനക്ക് പറ്റിയത്? ഈ തവള വർക്കിച്ചിനെയും ലോക്കൽ പൊളിറ്റീഷ്യനെയും കണ്ട് പേടിച്ചോറിന്റെ ആളാണോ നീ? എടാ, പഠിക്കുന്ന കാലത്ത് ആരായിരുന്നു നീ?
ആരായിരുന്നു? സത്യനാഥൻ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര സമരങ്ങളാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. നമ്മുടെ സമരത്തിന്റെ പവർ എനിക്ക് ഓർമ്മയുണ്ടോ? എത്ര ബസ്സുകളാണ് നമ്മൾ കത്തിച്ചിട്ടുള്ളത്. എത്ര പോലീസുകാരെ വന്നിട്ട് നെഞ്ചു വിരിച്ചിട്ടില്ല. നീ ആ പവർ എവിടെ? ആ നീ എവിടെ? അവരുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് കൊടി കെട്ടി ഉയർത്തിയിട്ടില്ല നീ.